രാവിലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഐസ് മാറാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചേ. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. സാമ്പാർ തലേ ദിവസം തന്നെ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് രാവിലെ കാപ്പിക്കുള്ള കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കഴിക്കാൻ നേരത്ത് ദോശ മാത്രം ചുട്ടെടുത്താൽ മതി. അപ്പോൾ പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലായി. ചിക്കൻ കറി വെക്കാനായിട്ട് കുറച്ച് സവാള എടുത്ത് അത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ് ആദ്യം. സവാള എടുക്കുമ്പോൾ എൻ്റെ 2 കണ്ണിൽ നിന്ന് എവിടെ നിന്നാണ് ഇത്രയും വെള്ളം വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. രാവിലെ കരയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നൈസിന് ഇതങ്ങ് അമ്മേരെ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് അരിഞ്ഞ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അത് അവിടെ ഇരുന്ന് അരിഞ്ഞ് റെഡിയാക്കുന്ന സമയത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി അത് ചതച്ചെടുത്ത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അല്ലാതെ ചതയ്ക്കുന്നതിനെക്കാട്ടി എളുപ്പമാണല്ലോ നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അത് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും കുഞ്ഞൂസ് ഉറക്കം എഴുന്നേറ്റ് വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുസൃതിയൊക്കെ കാണിച്ച് എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുവാണ്. കുസൃതി കൂടി വന്ന് 1/2 ലിറ്റർ വെളിച്ചെണ്ണ തട്ടിക്കളയാനൊരുങ്ങി. അങ്ങനെ അവസാനം ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ എനിക്ക് വയറ് വസിച്ചെന്നപ്പോൾ ഞാൻ ദോശ ചുട്ട് കഴിക്കുമായിരുന്നു. അമ്മ ആദ്യമേ ചുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ചുട്ട് വെപ്പില്ല. അവരവർക്ക് ആവശ്യമുള്ളത് 2 വെച്ച് ചുട്ട് എടുത്ത് ചൂടോടെ കൊണ്ടുപോയി കഴിപ്പേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒറ്റയടിക്ക് നിന്ന് ചുട്ട് കൂട്ടേണ്ട പരിപാടിയില്ല. മോൾക്ക് എന്നും രാവിലെ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് അടിച്ചു കൊടുക്കും. അതുകൊണ്ട് രാവിലെ ദോശയായാലും അപ്പമായാലും കഴിക്കത്തില്ല. കഞ്ഞി കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് മോൾക്ക് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കേ വിശപ്പായി വരത്തുള്ളൂ. ദോശയും സാമ്പാറും കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായി ഉച്ചക്കലത്തേക്കും ആയല്ലോ. അപ്പോൾ പിന്നെ ഒഴിച്ച് കറി വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ദോശ ചുട്ടിട്ട് അതിൽ സാമ്പാർ ഒഴിച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. മോൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ മോൾക്ക് പല്ലൊക്കെ തേപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം തലയൊക്കെ ചീപ്പി കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഒരു 5 മിനിറ്റേ ആ തല അങ്ങനെ ഇരിക്കത്തുള്ളൂ. വീണ്ടും അത് അഴിച്ചിട്ടിട്ട് ഇങ്ങനെ നടക്കും. കഴിഞ്ഞ ദിവസം മാങ്ങ പറിച്ചിട്ട് അതിൻ്റെ കറ മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ട് 2-3 സ്ഥലത്തൊക്കെ പൊള്ളിയിട്ട് തൊലി ഇങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട്. ആ പൊള്ളി വന്ന തൊലി അവിടെ നിന്ന് ഇളകിയിട്ട് നല്ല നീറ്റിലൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വിമിഷ്ടത്തിലേക്കാണ് ആശാട്ടി ഇരിക്കുന്നത്. അതിൻ്റെ പരിഭവം പറച്ചിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ഞാൻ അതിലൊരു ഓയിൻമെൻറ്റ് പുരട്ടി കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല വൃത്തികേടായിട്ട് ഇരിക്കുകയാണ് മുഖം. 3 സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളലുണ്ട്. അപ്പോഴേക്കും ചിക്കൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനൊരുങ്ങി കേട്ടോ. ചിക്കൻ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് പറയും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തരണേന്ന് പറയും. എങ്കിലും വീട്ടിൽ വന്ന് പിന്നും അതിനെ കുറച്ചുകൂടെ ചെറുതാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അവരത്യാവശ്യം ചെറിയ പീസിലാണ് തരുന്നത്. പക്ഷേ എനിക്ക് വളരെ ചെറിയ പീസാണ് ഇഷ്ടം. അപ്പോഴാണല്ലോ നമ്മളിടുന്ന എരിവും ഉപ്പും പുളിയും എല്ലാം ആ പീസിലൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എന്നെ ഒന്ന് ശല്യം ചെയ്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ കൈ കഴിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. അങ്ങനെ സങ്കടമൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ ബാക്കി ഇരുന്നത് കട്ട് ചെയ്യാനായിട്ട് വന്നേ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോഴും ഞാൻ അത്യാവശ്യം ഈ ഒരു സൈസിൽ പീസ് തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. അത് വൃത്തിയാക്കി മാറ്റി വെച്ച ശേഷം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഞാൻ സമാസമമാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ചൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് പൊടി. ഞാൻ ഇത്രയും സമാസമം എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അധികം എരിവുള്ള മുളക് പൊടിയല്ല. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമാസമം എടുത്താൽ നല്ല എരിവായിരിക്കും. പക്ഷേ ഇതിന് അത്ര എരിവുള്ള മുളക് പൊടി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമാസമം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കൂട്ടി തന്നെ എടുക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കരിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ സവാളയും പച്ചമുളകും കൂടെ ഇട്ടത്. കൊച്ചുള്ളി ഉണ്ടോയെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയും കൂടി ഇടണം കേട്ടോ. ഞാൻ വൃത്തിയാക്കാൻ കൊച്ചുള്ളി ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് വലിയ പാടാണ്. അതുകൊണ്ട് കൊച്ചുള്ളി എടുത്തിട്ടില്ലേ. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിമുളകും പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. മസാല ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. ഞാൻ കറി വാങ്ങുന്നതിന് മുമ്പിട്ടാണ് ഞാൻ മസാലപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുറച്ചധികം കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളകൊക്കെയാണല്ലോ നമ്മുടെ ചിക്കൻ കറിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മല്ലിമുളകും പൊടി ഇട്ടതിന് ശേഷം പിന്നെ അധികം നമ്മൾ അതിലിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുവാണല്ലോ. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ച് ആവി കയറ്റി വേവിക്കാം. അത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്നുള്ള അത്യാവശ്യം നല്ല വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും. ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൽ നിന്നുള്ള വേകാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ആ സമയത്തേക്ക് ചീനി അരിഞ്ഞിട്ട് ഞാൻ മറ്റേ അടുപ്പിൽ അതും തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നപ്പോൾ ചീനിയും ചിക്കനും കൂടെ കഴിക്കാമെന്നാണ് മനസ്സിൽ. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുക്കണേ. പിന്നെ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പുളി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം, അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. എനിക്ക് അത്യാവശ്യം എരിവും പുളിയുമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് തക്കാളിയൊക്കെ ഞാൻ 2 എണ്ണമൊക്കെ ചേർക്കും. എനിക്ക് അത്യാവശ്യം പുളിപ്പൊക്കെ വേണം. തക്കാളി ഇട്ടതിന് ശേഷം അത് അടച്ചു വെച്ചിട്ടുണ്ട്. അത് തക്കാളി ആ ആവിയിലിരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്തേക്കും കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചീനി വെന്ത് വന്നിട്ടുണ്ട്. അത് ഊറ്റിയതിന് ശേഷം അതിൽ ഉപ്പും അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി കുറച്ച് വെള്ളവും കൂടെ കലക്കി ഒഴിച്ചിട്ട് അടച്ച് ഒന്ന് ആവി കയറ്റി വേവിക്കുകയാണ്. അതൊന്ന് ആവി കയറി ആ ഒഴിച്ച വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിനെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കനിലിട്ട തക്കാളിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് അതിനോടൊപ്പം അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ഈ സമയം ഞാൻ മസാല ഇത് ഇട്ടിട്ടില്ല, എന്നിട്ട് തന്നെ നല്ല മണവും ടേസ്റ്റുമാണ്. എങ്കിലും ഞാൻ വാങ്ങുന്നതിന് മുമ്പിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ബാക്കി ഉപ്പും എരിവും പുളിപ്പും എല്ലാം കണക്കിന് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒന്നും തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചീനിയിൽ ഒഴിച്ചിരുന്ന വെള്ളം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും അതും ഇനി ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോഴേക്കും ചിക്കൻ ഏകദേശം റെഡിയായി. അപ്പോൾ ഞാൻ ഈ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ അരപ്പിട്ട ചിക്കനും കുക്കറിലിട്ട് ഒന്ന് വിസിലേൽപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇന്നേവരെ ആരും ഫ്രൈ ചെയ്തിട്ടുണ്ടാകില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നും മീനൊക്കെ വറുത്ത് കഴിക്കുമ്പോഴത്തേക്കും അത് ഓയിലിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിലും നന്നായിട്ട് ഓയിൽ ഒഴിച്ചാണല്ലോ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അധികം ഓയിൽ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ കുക്കറിലിട്ട് ഇതുപോലെ ഒന്ന് വിസിലേൽപ്പിച്ചതിന് ശേഷം പാകം ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഫ്രൈഡ് ചിക്കൻ്റെ ആൾ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ കുറച്ച് ചിക്കനും കൊണ്ട് അവിടെ പോയി ഇരുന്ന് വെള്ളവും കൊണ്ടിരിക്കുക. ചീനിയും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട, മാത്രം മതിയെന്നും പറഞ്ഞ് ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ചീനി കൊടുത്തു, പക്ഷെ അതൊന്നും കഴിച്ചില്ല. അത് 1-2 തവണ വായി വെച്ചിട്ട് അവസാനം ആ ചീനി എല്ലാം ഇനി എൻ്റെ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് വന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ടോപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് അവിടെ വന്നിരുന്ന് പാട്ടും ഡാൻസൊക്കെ ആയിട്ടിരിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ പിടിക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ അതിൽ പിടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പറങ്ങേണ്ടി ഉണ്ടായിരുന്നു. പറങ്ങേണ്ടി എന്ന് പറഞ്ഞാൽ കശുവണ്ടി, ഞങ്ങൾ പറങ്ങേണ്ടി എന്നാണ് പറയുന്നത്. അത് പറിക്കാനായിട്ട് ഞാനും മോളും കൂടെ ഇറങ്ങി. സഹായിക്കാനായിട്ട് അച്ചാമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്തൊക്കെ വെയിൽ കാരണമാണ് അപ്പോൾ പറിക്കാൻ ഇറങ്ങാതിരുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് പറിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഇതെല്ലാം വവ്വാലും കൊണ്ടുപോകും. പിന്നെ പിറ്റേന്നത്തേക്കൊന്നും കിട്ടാനും പോണില്ല. കൊടുക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും പറങ്ങേണ്ടി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. താഴെ മേലുമായിട്ട് 2 മരമുണ്ട്. എന്തായാലും ഒരു 4-5 കിലോയ്ക്ക് അടുപ്പിച്ച് എല്ലാ വർഷവും നമുക്ക് ഇതിൽ നിന്ന് 2-ൽ നിന്നും കിട്ടുന്നുണ്ട്. അത്യാവശ്യം പഴുത്ത് നിന്ന പറങ്ങേണ്ടിയെല്ലാം ഞങ്ങൾ പിച്ചി എടുത്തിട്ട് കയറിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.